സ്നേഹപ്പൂമഴയായി പെയ്യണം. നീ എൻ്റെ ഹൃദയത്തിൽ തേൻ പുഴയായി ഒഴുകണം. നിന്നെയും ആസ്വദിക്കാൻ, നിന്നെയും അനുഭവിക്കാൻ, നീ എന്നും രാജാവായി എന്നിൽ വന്നു വാഴേണം. നീ എൻ്റെ ഉള്ളിൽ സ്നേഹപ്പൂമഴയായി പെയ്യണം. നീ എൻ്റെ ഹൃദയത്തിൽ തേൻ പുഴയായി ഒഴുകണം. നിന്നെയും ആസ്വദിക്കാൻ, നിന്നെയും അനുഭവിക്കാൻ, നീ എന്നും രാജാവായി എന്നിൽ വന്നു വാഴേണം. ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാലകനെ ആരാധിക്കുന്നു ഞങ്ങൾ ആദരവോടെന്നും. ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാലകനെ ആരാധിക്കുന്നു ഞങ്ങൾ ആദരവോടെന്നും. ആരാധന ആരാധന. കൈകൾ ഉയർത്തി, കൈകൾ വീശി ഈശോയെ ആരാധിക്കാം. അവന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയെ നമുക്ക് ക്ഷണിക്കാം. ആരാധനയും സ്തുതി കീർത്തനങ്ങളും യേശുവിന്റെ പക്കലേക്ക് ഉയരുമ്പോൾ അവന്റെ സ്നേഹവും സന്തോഷവും നമ്മുടെ ഉള്ളിൽ നിറയുന്നു. ആരാധനയുടെ വേളയിൽ ഈശോയുടെ സ്നേഹവും സമാധാനത്താലും നാമെല്ലാവരും നിറയുന്നു. അവനെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനിൽ പരിശുദ്ധനായവനെ നമുക്ക് ആരാധിക്കാം. അമർത്യനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സ്നേഹനിധിയായ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ആരാധനകൾ അർപ്പിക്കുന്നു. ഒരു നിമിഷം ദിവികാരണ ഈശോയെ നമുക്ക് നോക്കാം. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈശോയിൽ പ്രിയരെ, യേശുവിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാനും നിങ്ങളും. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന നമ്മുടെ കർത്താവ് ഇപ്പോൾ നിങ്ങളോടൊപ്പം, നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം അവൻ യാത്ര ചെയ്യുന്നുണ്ട്. ഈ വചനം ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മിക്കാം. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. ഈശോയെ നമുക്ക് രുചിച്ചറിയാം. ഇതാണ് ഏറ്റവും പരമപ്രധാനം. എൻ്റെ കയ്യിൽ ഒരു സ്വീറ്റ്, ഒരു ചോക്ലേറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. ഞാൻ പറയുകയാണ്, ഇത് ചോക്ലേറ്റ് ആണ്, ഇതിന് നല്ല മധുരമാണ്. എന്നാൽ നിങ്ങൾ ഒരിക്കലും ചോക്ലേറ്റ് കഴിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചോക്ലേറ്റിന് നല്ല മധുരമാണ്. എന്നാൽ ഞാൻ ഈ ചോക്ലേറ്റ് നിങ്ങൾക്ക് തരുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ എങ്ങനെ ആ ചോക്ലേറ്റിൻ്റെ മധുരം രുചിച്ചറിയും? പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ച് നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള കേൾവിയും അറിവും തീർച്ചയായും നല്ലതാണ്. എന്നാൽ ദൈവത്തെ അനുഭവിച്ചറിയുമ്പോഴാണ് അവൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാകുക. ഈ ഒരു മണിക്കൂർ നമുക്ക് ഈശോയെ അനുഭവിച്ചറിയാം. ഈശോയെ അനുഭവിച്ചറിയുന്ന ഒരാൾക്കും ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈശോയെ അനുഭവിച്ചറിയുന്നവൻ്റെ അവൻ്റെ അനുഭവമാണ് സന്തോഷം, അവൻ്റെ അനുഭവമാണ് ആനന്ദം,
അവൻ്റെ അനുഭവമാണ് സമാധാനം. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും സന്തോഷമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നമുക്കാർക്കും സങ്കടപ്പെട്ട് ജീവിക്കുവാൻ ആഗ്രഹമില്ല. സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ പരമപ്രധാനമാണ്. 1, ദൈവവുമായി രമ്യപ്പെടുക. 2, തന്നോട് തന്നെ രമ്യപ്പെടുക. 3, സഹോദരങ്ങളുമായി രമ്യപ്പെടുക. ഈ 3 കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനത്താൽ നാം നിറയും, ദൈവത്തിൻ്റെ ആനന്ദത്താൽ നാം നിറയും. ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് ആഫ്രിക്കയിലാണ്. പ്രത്യേകിച്ച് ധ്യാന ശുശ്രൂഷകൾ ഞങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന ആ സ്നേഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ ക്ഷമ, നമ്മളുടെ ക്ഷമ, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഏറ്റവും അധികം ഞങ്ങൾ സംസാരിക്കുക. അതിനൊരു കാരണമുണ്ട്. ഒരു ആഫ്രിക്കൻ വംശജനോട് നിങ്ങൾ ചോദിച്ചാൽ, ഈ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചാൽ, നിങ്ങളുടെ ഏറ്റവും വലിയ പാപം എന്തെന്ന് ചോദിച്ചാൽ, അവൻ അല്ലെങ്കിൽ അവൾ പറയും, എൻ്റെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് എൻ്റെ സഹോദരനോടുള്ള എൻ്റെ വെറുപ്പാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു സത്യമാണ്. നമ്മൾ മറ്റ് പല പാപങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്, തീർച്ചയായും അതെല്ലാം പാപം തന്നെ. എന്നാൽ വെറുപ്പ് ഒരു മാരക പാപമാണ്. വെറുപ്പ് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതൊരു മാരക പാപമായിട്ട് മാറുകയാണ്. ഈ മനുഷ്യർ ഞങ്ങളുടെ ധ്യാന സെൻറ്ററിൽ വരുമ്പോൾ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചും ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്നും അവർ ക്ഷമിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഈ മനുഷ്യർ ഒത്തിരി ശ്രദ്ധയോടുകൂടി കേൾക്കും. അങ്ങനെ അവർ അവരുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവരെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുവാനും അവരുമായി രമ്യതപ്പെടുവാനുമുള്ള ഒരു സന്നദ്ധത അവരുടെ ജീവിതത്തിൽ അവർ കാണിക്കുമ്പോൾ ഒത്തിരി രോഗസൗഖ്യവും വിടുതലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. സഹോദരനോട് ക്ഷമിക്കുകയും അവനോട് രമ്യതപ്പെടുകയും ചെയ്തിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം അനുഗ്രഹത്തിൻ്റെ പൂമഴ വർഷിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് അവരുടെ അനുഭവമാണ്. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഒരു സഹോദരി, അവളുടെ പ്രശ്നം, അവളുടെ വയറിൻ്റെ ഉള്ളിൽ വലിയ ഒരു മുഴ, ഒരു ട്യൂമർ വളരുകയാണ്. ഈ സഹോദരി ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ ഈ സഹോദരിയോട് പറഞ്ഞു, ഇത് എത്രയും പെട്ടെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ട്യൂമർ ഓപ്പറേറ്റ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ സഹോദരി മരിക്കും. പക്ഷേ ഈ പാവം സ്ത്രീയുടെ അടുത്ത് പൈസയില്ല. അപ്പോൾ ഈ സ്ത്രീക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഈ സ്ത്രീ തൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു, എന്താണ് ചെയ്യുക, ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ഈ ട്യൂമർ ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു ചില്ലിക്കാശ് പോലുമില്ല. അപ്പോൾ ഈ സ്ത്രീയുടെ കൂട്ടുകാരി പറഞ്ഞു, ഞാൻ നിനക്ക് മറ്റൊരു ഡോക്ടറെ കാണിച്ചു തരാം. ഡോക്ടർ 7 ദിവസമല്ലേ നിന്നോട് പറഞ്ഞത്? നമുക്ക് 5 ദിവസത്തെ ഒരു ധ്യാനമുണ്ട്, വിൻസെൻഷ്യൻ വൈദികർ നയിക്കുന്ന ധ്യാനം. നമുക്ക് അവിടെ പോയി ആ ധ്യാനം കൂടാം. ഈ 5 ദിവസത്തിനുള്ളിൽ നിൻ്റെ ഈ ട്യൂമർ കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനൊരു ശമനമില്ല, ഇത് സൗഖ്യപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് ഡോക്ടറെ കാണാം, ഓപ്പറേഷന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അങ്ങനെ ഈ കൂട്ടുകാരിയോടൊപ്പം ഈ സ്ത്രീ ഞങ്ങളുടെ ധ്യാന സെൻറ്ററിൽ വന്നു. ധ്യാനം തുടങ്ങി. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം ക്ഷമയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയാണ്, ക്ഷമയെക്കുറിച്ചുള്ള ടോക്ക് പറയുകയാണ്.
ആ സമയം ഈ സ്ത്രീ വളരെ അസ്വസ്ഥയായി. ഈ സ്ത്രീക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. ഈ സ്ത്രീയുടെ അമ്മാവൻ ഈ സ്ത്രീയുടെ മൂത്ത സഹോദരനെ കൊന്നു. ഒരു 3 മാസമേ ആയിട്ടുള്ളൂ അമ്മാവൻ ഈ മൂത്ത സഹോദരനെ കൊന്നിട്ട്. അപ്പോൾ വൈദികൻ, നിങ്ങൾ എന്തെങ്കിലും നന്മ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സഹോദരനോട് നിങ്ങൾ ക്ഷമിക്കണം. നിരുപാധികമായി നിന്റെ സഹോദരനോട്, നിന്റെ ശത്രുവിനോട് നീ ക്ഷമിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണയും സൗഖ്യവും നിന്നിലേക്ക് വരിക എന്ന് പ്രസംഗിച്ചപ്പോൾ ഈ സ്ത്രീ വളരെ അസ്വസ്ഥയായി. കാരണം ഈ സ്ത്രീ ഇങ്ങനെ ഹൃദയത്തിൽ വിചാരിച്ചു, എനിക്കൊരവസരം കിട്ടിയാൽ എൻ്റെ സഹോദരനെ കൊന്ന ആ അമ്മാവനെ ഞാനും കൊല്ലും. അത്ര ദേഷ്യത്തോടു കൂടിയായിരുന്നു ഈ സ്ത്രീ വചനം കേട്ടുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, എന്നാൽ വചനം ഈ സ്ത്രീയെ സ്പർശിച്ചു. ഈ സഹോദരി ഒരു തീരുമാനമെടുത്തു, എൻ്റെ മൂത്ത സഹോദരനെ കൊന്ന എൻ്റെ അമ്മാവനോട് ഞാൻ ക്ഷമിക്കുന്നു. ആരാധനയുടെ സമയം, എല്ലാവരും യേശുനാമം ഉച്ചത്തിൽ വിളിക്കുന്ന ആ സമയത്ത് ഈ സ്ത്രീയും ഉച്ചത്തിൽ യേശുനാമം വിളിച്ചു. കരഞ്ഞുകൊണ്ട്, ഒരുപാട് കണ്ണുനീര് വാർത്തുകൊണ്ട് ഈ സ്ത്രീയും യേശുനാമം വിളിച്ചപേക്ഷിച്ചു. യേശുവിനെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. ആ നിമിഷം ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് പോലെ, തൻ്റെ വയറ്റിൽ കൂടെ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ ഈ സ്ത്രീക്ക് തോന്നി. അതിനുശേഷം ഞങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ഭക്ഷണങ്ങൾ പലതും ഈ സ്ത്രീക്ക് കഴിക്കുവാൻ സാധിക്കില്ലായിരുന്നു. അന്ന് തന്നെ ഈ സ്ത്രീ ആ ഭക്ഷണങ്ങളെല്ലാം കഴിച്ചു. അതിനുശേഷം ഡോക്ടറെ അടുത്ത് പോയി സ്കാനിങ് നടത്തി. ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് പോയത്? അമേരിക്കയിൽ പോയോ? എവിടെയാണ് പോയത്? നിങ്ങളുടെ ആ ട്യൂമർ നിങ്ങളുടെ വയറ്റിൽ ഇപ്പോഴില്ല, അത് ആരോ ഓപ്പറേറ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീ പറഞ്ഞു, ഞാനൊരു ഡോക്ടറെ കണ്ടു. ഹീ ഈസ് ദ ഡോക്ടർ ഓഫ് ഓൾ ദ ഡോക്ടേഴ്സ്. അവൻ എല്ലാ ഡോക്ടർമാരുടെയും ഡോക്ടറാണ്. അവൻ്റെ പേരാണ് ഈശോ. അവനാണ് എന്നെ ഓപ്പറേറ്റ് ചെയ്ത് സുഖപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, ക്ഷമ ഇതൊരു പുണ്യമാണ്. ക്ഷമിക്കുന്നവൻ്റെ ജീവിതത്തിൽ തീർച്ചയായും വിടുതലും സൗഖ്യവും ഉണ്ടാവും. അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ഇന്ന് ദിവികാരൻ ഈശോയോടുകൂടി ആയിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമ അത് ദൈവികമാണ്. ക്ഷമിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്വഭാവം ആവശ്യമാണ്. പലപ്പോഴും ക്ഷമിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തെ പറ്റിയാണ് നാം എല്ലാവരും ചിന്തിക്കാറ്. ക്ഷമിക്കുമ്പോൾ നാം ഏതാണ്ട് നമ്മൾ ചെറുതായി പോകുന്നു എന്നാണ് നാം ചിന്തിക്കുക. എന്നാൽ യേശുവിനെ നമുക്ക് നോക്കാം. ഏറ്റവും ധീരനായവൻ, ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും ധീരനായവൻ, അവൻ്റെ പേരാണ് ഈശോ. അവൻ 3 ആണികളിൽ കുരിശിന്മേൽ തൂങ്ങിക്കിടക്കുമ്പോൾ തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം വചനം നാം ഇങ്ങനെ വായിക്കുന്നു. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. ഇത് ഈശോ നമുക്ക് തന്ന അവസാനത്തെ സന്ദേശമാണ്. നമുക്കും ഈശോയോടൊപ്പം ചേരാം. ക്ഷമിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ വിടുതലിനെ കുറിച്ച്, ക്ഷമിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച് വചനം നമ്മെ പഠിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-45 വചനങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. അതൊരു നേട്ടമാണ്. വീണ്ടും മർക്കോസ് 11:25, സ്വർഗത്തിലുള്ള പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. അത് മറ്റൊരു വലിയ നേട്ടമാണ്. വീണ്ടും മത്തായി 5:23-24, നീ പ്രതിയോഗിയുമായി രമ്യതപ്പെടുമ്പോൾ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. അത് മറ്റൊരു ബ്ലെസ്സിംഗ് ആണ്. വീണ്ടും മത്തായി 6:14-15, ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. അത് മറ്റൊരു വലിയ ബ്ലെസ്സിംഗ് ആണ്. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 4 വരെ ഉള്ള വാക്യങ്ങൾ, നിങ്ങൾ ക്ഷമിക്കുമ്പോൾ
ദൈവം നിങ്ങളെ സുഖപ്പെടുത്തുകയും അവൻ നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു. വീണ്ടും കൊളോസോസ് 2:13 ദൈവം പുതിയ ജീവിതവും അനുഗ്രഹവും നൽകുന്നു. റോമ 12:19 മുതൽ 21 വരെയുള്ള വചനം ക്ഷമയുടെ നേട്ടം. ദൈവം നമ്മുടെ ശത്രുക്കളെ മാനസാന്തരത്തിലേക്കും പുതുജീവിതത്തിലേക്കും നയിക്കുന്നു. 1 യോഹന്നാൻ 3:14-15 വരെയുള്ള വാക്യം ദൈവം നമുക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നു. 1 യോഹന്നാൻ 4:8 ദൈവത്തെ അറിയുവാനും അനുഭവിക്കുവാനും നമുക്ക് സാധിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 7:55-56 വാക്യങ്ങൾ സ്വർഗം കാണുവാനും ദൈവപുത്രന്റെ മുഖം ദർശിക്കുവാനും നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗം കാണുവാനും ദൈവപുത്രന്റെ മുഖം ദർശിക്കുവാനുമുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അനുഗ്രഹങ്ങൾ നമുക്കും പ്രാപിക്കുവാനായി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഇരു കൈകളും നമ്മുടെ മടിയിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് നമ്മളെ ഉപദ്രവിച്ചവരെ എല്ലാം നമുക്ക് ഓർക്കാം. അവരുടെ മുഖം നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. അവരെല്ലാവരെയും ഈ പരിശുദ്ധ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് വിടുതൽ കിട്ടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന മുഖേന അവരുടെ ജീവിതങ്ങളും മാറുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പാട്ട് ധ്യാനാത്മകമായി നമുക്ക് പാടി നമ്മളെ വേദനിപ്പിച്ച എല്ലാവർക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ വേദനിപ്പിച്ച എല്ലാ മനുഷ്യരെയും ഒരു നിമിഷം നമുക്ക് ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ക്ഷമിക്കുവാൻ ആവാത്ത നിമിഷങ്ങളെ, ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുനാമം വിളിക്കാം. യേശുവേ, യേശുവേ, നീ മാത്രമെൻ സഹായം. പ്രിയപ്പെട്ടവരെ, യേശുവേ, യേശുനാമം വിളിച്ചപേക്ഷിക്കാം. യേശുവേ, നീ മാത്രമെൻ സഹായം. ഒരിക്കൽ കൂടി നമുക്ക് ഈശോയെ വിളിക്കാം. ഈശോയെ, എന്നെ ശക്തിപ്പെടുത്തണമേ. ക്ഷമിക്കുക എന്നത് ദൈവികമാണല്ലോ കർത്താവേ. ആ ദൈവിക കൃപ എന്നിലേക്ക് ചൊരിയണമേ. എന്നെ വേദനിപ്പിച്ച എല്ലാവരെയോടും ക്ഷമിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. നമ്മെ വേദനിപ്പിച്ച എല്ലാവരെയും ഓർക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ പിതാവായിരിക്കാം, മാതാവായിരിക്കാം, സഹോദരി സഹോദരന്മാരായിരിക്കാം. അവരെല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ ബന്ധുക്കളാവാം, നമ്മുടെ അയൽക്കാരാവാം, അധികാരികളാകാം, വൈദികരാകാം, സന്യസ്തരാകാം. അവരെല്ലാവരെയും ഒരു നിമിഷം നമുക്ക് യേശുവിന്റെ പക്കലേക്ക് നമുക്ക് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്തുതിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവാത്മാവ് ഇടപെടും. പരിശുദ്ധാത്മാവായ ദൈവം ക്ഷമിക്കുവാനുള്ള ശക്തി തരും. ക്ഷമയുടെ നിമിഷങ്ങളിൽ സൗഖ്യവും വിടുതലും നാം പ്രാപിക്കും. നമുക്ക് ഈശോയെ സ്തുതിക്കാം. യേശു യേശു യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു നാമം വിളിച്ചപേക്ഷിക്കാം. യേശു 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 യേശുവേ യേശുവേ യേശുവേ. ഈശോയേ ഈശോയേ. കർത്താവേ, കടന്നു വരണമേ. കർത്താവേ, ഞങ്ങൾ വിഷമിക്കുകയാണല്ലോ ഈശോയെ ക്ഷമിക്കുവാനായി. കർത്താവേ, അങ്ങയുടെ കൃപ, അങ്ങയുടെ പ്രത്യേക കൃപയും സൗഖ്യവും നൽകി ക്ഷമിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇതാ കരയുന്നു. കർത്താവേ, അവരുടെ കണ്ണുനീരങ്ങ് തുടയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി,
യേശുവേ ആരാധന. പരിശുദ്ധാത്മാവായ ദൈവം നമ്മിൽ വന്ന് നിറയുമ്പോൾ, പരിശുദ്ധനിൽ പരിശുദ്ധനായവൻ നമ്മിൽ വന്ന് നിറയുമ്പോൾ, അവൻ നമുക്ക് ക്ഷമയുടെ ആത്മാവിനെ നൽകും. അവൻ നമുക്ക് സൗഖ്യത്തിൻ്റെ ആത്മാവിനെ നൽകും. അവൻ നമുക്ക് വിടുതലിൻ്റെ ആത്മാവിനെ നൽകും. നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മുടെ കുടുംബത്തിലേക്ക്, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ക്ഷണിക്കാം. നമുക്ക് ഒരുമിച്ച് പാടാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ. കൈയടിച്ച് നമുക്ക് പാടാം. പരിശുദ്ധാത്മാവായ ദൈവത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ഓർമ്മകളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ഒരുപക്ഷേ നിങ്ങൾ ക്ഷമിക്കുവാൻ റെഡിയായിരിക്കും. ഒരുപക്ഷെ മറക്കുവാനായി നിങ്ങൾ പാടുപെടുകയായിരിക്കാം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ക്ഷമിക്കുവാനും പൊറുക്കുവാനും മറക്കുവാനും ഉള്ള ശക്തി അവൻ നമുക്ക് തരും. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ, നിറയണമേ എന്നിൽ നിറയണമേ. ജീവജലത്തിനരിവുപോൽ, ജീവജലത്തിനരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയാൽ എന്നിൽ കത്തി പടരണമേ. സ്നേഹാഗ്നി ജ്വാലയാൽ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ, നിറയണമേ എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. വീണ്ടും സ്നേഹാഗ്നി ജ്വാലയാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹാഗ്നി ജ്വാലയാൽ ജീവജലത്തിനരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുമിച്ച് സ്തുതിക്കാം. സ്നേഹാഗ്നി ജ്വാലയായി പരിശുദ്ധാത്മാവായ ദൈവമേ, വെറുപ്പിന്റെ ആത്മാവിനെ, വിദ്വേഷത്തിന്റെ ആത്മാവിനെ, ദേശത്തിന്റെ ആത്മാവിനെ, നീരസത്തിന്റെ ആത്മാവിനെ അങ്ങയുടെ അഗ്നിയാൽ, അങ്ങയുടെ അഗ്നിയാൽ ഇപ്പോൾ തന്നെ നിർവീര്യമാക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങളോട് കരുണയായിരിക്കണമേ കർത്താവേ. ക്ഷമിക്കുവാൻ സാധിക്കാത്ത ഞങ്ങളുടെ അവസ്ഥയോട് കരുണയായിരിക്കണമേ ഈശോയെ. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, എല്ലാവിധ നീരസത്തിന്റെ ആത്മാവ് ഞങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ. യേശുവേ, 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 യേശുവേ. ഒരുമിച്ച് നമുക്ക് വിളിക്കാം യേശുനാമം. ഈശോ, 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 ഈശോയെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ
ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും.